നമസ്കാരം, ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബാങ്ങിനെ കുറിച്ചിട്ടാണ്. ബിഗ് ബാങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവേ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഇതുപോലെ ഒരു മഹാവിസ്ഫോടനത്തിൻ്റേതാണ്. പക്ഷേ എന്താണ് ശരിക്കും ബിഗ് ബാങ്, അല്ലെങ്കിൽ ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു, ബിഗ് ബാങ്ങിന് ശേഷം എന്താണ് സംഭവിച്ചത്, നമ്മൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ലൂസി മാത്രമല്ല, ലൂസിയുടെ കൂടെ ഒരു കൊളാബറേഷനും കൂടെയുണ്ട്. science.sort എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുകാരും കൂടി നമ്മുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രോ കഴിഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോകാം. പല പല പ്രപഞ്ചോൽപത്തി കഥകൾ, ലോകത്തെ ഏതൊക്കെ സിവിലൈസേഷൻ, ഏതൊക്കെ സംസ്കാരങ്ങളുണ്ടായിരുന്നോ അവിടെയൊക്കെ പ്രപഞ്ചോൽപത്തി കഥകളുണ്ട്. അതിൽ ഒരു പ്രപഞ്ചോൽപത്തി കഥയാണ് ബുംബ ദൈവത്തിൻ്റെ കഥ. ബുംബ ദൈവം വളരെ വെളുത്ത ഒരു ദൈവമാണ്. ഇരുട്ടായിട്ടുള്ള ഒരു വോയിഡിനകത്ത് ഉണ്ടായിരുന്ന ഒരു ദൈവം. ഇത് സെൻട്രൽ ആഫ്രിക്കക്കാരുടെ അവിടുത്തെ ഒരു വിശ്വാസമാണ്. ഇദ്ദേഹത്തിന് ഒരു ദിവസം അതികഠിനമായ വയറുവേദന വന്നു. ഒറ്റയ്ക്കിരുന്നുകൊണ്ടായിരിക്കണം. എന്തായിരുന്നാലും ഇദ്ദേഹം ഓരോന്നായി ഛർദ്ദിക്കാൻ തുടങ്ങി. ആദ്യം പുള്ളി സൂര്യനെ ഛർദ്ദിച്ചു, അതിനുശേഷം ചന്ദ്രനെ ഛർദ്ദിച്ചു, അതിനുശേഷം ഒരു 9ഓളം മൃഗങ്ങളെ ഛർദ്ദിച്ചു, ഏറ്റവും ഒടുക്കം മനുഷ്യനെ ഛർദ്ദിച്ചു. ഇങ്ങനെയാണ് ആ കഥ പോകുന്നത്. ഞാൻ ഈ കഥ പറയാൻ കാര്യം, എല്ലാ സംസ്കാരങ്ങളിലും ഇതുപോലെ പല പല കഥകളുണ്ട്. എന്താണ് ഈ കഥകൾക്കൊക്കെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു മോഡൽ തന്നെയുണ്ട്. അതിനെയാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ബിഗ് ബാങ്ങിലേക്ക് എത്തിച്ചേർന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതൊരു ഒബ്സർവേഷനിൽ നിന്നാണ്. ചുമ്മാ കുറേ കഥകളോ പുസ്തകങ്ങളിൽ നിന്ന് എടുത്തോ കാര്യങ്ങളൊന്നുമല്ല. ആരൊക്കെയാണ് ആ ഒബ്സർവേഷൻ നടത്തിയത്? 1927 ജോർജസ് ലെമറ്ററും അതുപോലെ 1929 എഡ്വിൻ ഹബിളും ഒരു ഒബ്സർവേഷൻ നടത്തി. അവർ കണ്ടത് പ്രപഞ്ചം വികസിക്കുകയാണെന്നുള്ളതാണ്. അവർ ചെയ്തത് എക്സ് ആക്സിസിൽ മെഗാ പാർസെക്കിൽ ദൂരവും വൈ ആക്സിസിൽ വെലോസിറ്റി കിലോമീറ്റർ പെർ സെക്കൻഡിലും അടയാളപ്പെടുത്തി. നമ്മൾ അല്ലെങ്കിൽ ഒരു ഒബ്സർവർ നിൽക്കുന്നത് ആ ഒറിജിനിലാണ്. അവിടെ നിന്ന് ഈ വലതുവശത്തേക്ക് മാറി കാണുന്ന ആ പൊട്ടെന്ന് പറയുന്നത് അഴ്സ മേജർ എന്ന് പറയുന്ന ഒരു ഗാലക്സി കൂട്ടമാണ്, അല്ലെങ്കിൽ ഒരു ഗാലക്സി ക്ലസ്റ്ററാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒറിജിനിൽ നിന്ന് ഏതാണ്ട് 20 മെഗാ പാർസെക്ക് ദൂരെയാണ് അഴ്സ മേജർ എന്ന് പറഞ്ഞ ഗാലക്സി. അതുമാത്രമല്ല, അത് മൂവ് ചെയ്യുന്നത് ഏതാണ്ട് 1000 കിലോമീറ്റർ പെർ സെക്കൻഡിലുമാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിയും പ്ലോട്ട് ചെയ്തു, അത് എത്ര ദൂരെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. ഇതേപോലെ തന്നെ വേറെ പല ഗാലക്സി കൂട്ടങ്ങളെയും അല്ലെങ്കിൽ ഗാലക്സികളെയും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇതുപോലെ ഒരു വരയാണ്, അല്ലെങ്കിൽ ഒരു രേഖയാണ്. ഇത് അതിൻ്റെ ട്രെൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ നിന്നാണ് അവർ ആ ഒരു ഒബ്സർവേഷനിലേക്ക് വന്നത്. അവർ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരെയുള്ള ഗാലക്സികൾ അതിവേഗം അകന്നു പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അകന്നു പോകണമെങ്കിൽ എന്തായിരിക്കും അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ? അതിന് 2 എക്സ്പ്ലനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, അവയെ തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് തന്നെ മാറുന്നു. ഇപ്പോൾ 2 ഗാലക്സികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് തന്നെ മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഓപ്ഷൻ. മറ്റൊരു ഓപ്ഷനോ, അവയ്ക്ക് ചുറ്റുമുള്ള സ്പേസ് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതിൽ കാണിച്ചിരിക്കുന്ന ആ ഗോളാകൃതിയിലുള്ളത് മൊത്തത്തിലുള്ള സ്പേസ് ആണെന്ന് വെക്കുക. ആ 2 ഗോളങ്ങളോ 2 ഗാലക്സികളും ഇവ തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒന്നുകിൽ കൂടാം, അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നതിന് ശേഷം ആ ഗ്രിഡ് മൊത്തത്തിൽ, അതായത് സ്പേസ് മൊത്തം എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെയുള്ള 2 പോസിബിലിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഈ 2 എക്സ്പ്ലനേഷനിൽ ഏതായിരിക്കും ശരി? ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭൂമിയിലെ ഒരു ഒബ്സർവർ നിന്ന് നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് മാത്രമല്ല, ഇവരെല്ലാം തമ്മിൽ അകന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതായിരുന്നു ഹബിളിൻ്റെ ഒബ്സർവേഷനും. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി നമുക്കറിയാം, സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അത്. അല്ലാതെ അവരുടെ ഫിസിക്കൽ ഡിസ്റ്റൻസ് തമ്മിലുള്ള എക്സ്പാൻഷൻ അല്ല എന്നുള്ളത് നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഭൂമിയും അതിനോടൊപ്പം തന്നെ ചുവപ്പ് പൊട്ട് കാണിച്ചിരിക്കുന്നത് ഒരു ഗാലക്സിയും അതുപോലെ തന്നെ നീലപ്പൊട്ട് മറ്റൊരു ഗാലക്സിയാണ്. ഇതിൽ ചുവന്ന പൊട്ട് 2 യൂണിറ്റ് അകലെയും നീലപ്പൊട്ട് 1 യൂണിറ്റ് അകലെയുമാണ്. ഇനി സ്പേസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കൂ. ചുവന്ന പൊട്ട് 4 യൂണിറ്റ് അകലെയും നീലപ്പൊട്ട് 2 യൂണിറ്റ് അകലെയും ആവും. അതായത് ദൂരെയുള്ള വസ്തുക്കൾ കൂടുതൽ ദൂരേക്ക് പോയി എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രപഞ്ചം എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ക്വാളിറ്റേറ്റീവായിട്ട് പറഞ്ഞാൽ മാത്രം പോരാ, ക്വാണ്ടിറ്റേറ്റീവായിട്ടും കൂടെ പറയണം. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, വിസ്മയ്, science.sortലെ വിസ്മയ്. അപ്പോൾ വിസ്മയുടെ വാക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
ഹായ് ഫ്രണ്ട്സ്, ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു സ്കെയിലാണ്. സോ ഈ യൂണിവേഴ്സിലെ മൊത്തം സ്പേസിനും കൂടെ നമുക്ക് ഒരൊറ്റ സ്കെയിൽ അറ്റാച്ച് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്കെയിൽ അഥവാ ഗ്രിഡ്. T0 എന്ന സമയത്ത് ഇതാണ് നമുക്കുള്ളത്. ഗ്രിഡ് നമ്മൾ ഒരു റെഫറൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നൗ ഇമാജിൻ, നമ്മൾ ഈ ഗ്രിഡിന്റെ ഒത്ത നടുക്കാണ് ഇരിക്കുന്നത്. കുറച്ച് മാറി ഒരു ഗാലക്സിയും കൂടി നമുക്ക് പ്ലേസ് ചെയ്യാം. നമ്മളിൽ നിന്നും ഗാലക്സിയിലേക്കുള്ള ഗ്രിഡ് പോയിന്റ്സിന്റെ എണ്ണമാണ് ഗ്രിഡ് ഡിസ്റ്റൻസ്. അതിനെ നമുക്ക് L എന്ന് വിളിക്കാം. ഇവിടെ L എന്നത് 4 ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. നമ്മളൊരു ലൈറ്റ് പൾസ് ഗാലക്സിയിലേക്ക് അയച്ച് അത് തിരിച്ചെത്താൻ എടുക്കുന്ന സമയം ഉപയോഗിച്ചും നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ടൈം T0യിലെ ഫിസിക്കൽ ഡിസ്റ്റൻസ്. ഇനി സമയം Tയിലെത്തുമ്പോൾ സ്പേസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. സ്പേസിനൊപ്പം നമ്മുടെ ഗ്രിഡും എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്രിഡ് ഡിസ്റ്റൻസ് ഇപ്പോഴും 4 ആണ്. പക്ഷെ നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചാൽ ലൈറ്റിന്റെ യാത്രയ്ക്ക് കൂടുതൽ സമയമെടുക്കും. അതിനർത്ഥം ടൈം Tയിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് ടൈം T0യിലുള്ളതിനേക്കാൾ കൂടുതലാണെന്നാണ്. സോ എങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ ഡിസ്റ്റൻസിനെയും ഗ്രിഡ് ഡിസ്റ്റൻസിനെയും റിലേറ്റ് ചെയ്യുക? നമുക്കറിയാം ഫിസിക്കൽ ഡിസ്റ്റൻസ് സമയത്തിനനുസരിച്ച് മാറുന്നതാണ്. എന്നാൽ ഗ്രിഡ് ഡിസ്റ്റൻസ് ടൈമുമായി യാതൊരു ബന്ധവുമില്ല. അതിനെ ഇക്വേറ്റ് ചെയ്യുന്നതിനായി ഒരു ടൈം ഡിപെൻഡന്റ് ഫാക്ടർ A(t)യെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ A(t) ആണ് സ്കെയിൽ ഫാക്ടർ. ടൈം മാറുന്നതിനനുസരിച്ച് സ്കെയിൽ ഫാക്ടറും അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ ഡിസ്റ്റൻസും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സ്കെയിൽ ഫാക്ടർ ആണ് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷന്റെ ഗതി നിർണ്ണയിക്കുന്നത്. സോ എങ്ങനെയാണ് സ്കെയിൽ ഫാക്ടർ ഇവോൾവ് ചെയ്യുന്നത്? സ്കെയിൽ ഫാക്ടർ ഇവോൾവ് ചെയ്യുന്നത് ഫ്രീഡ്മാൻ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ്. ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി ഉപയോഗിച്ചാണ് ഫ്രീഡ്മാൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഈ ഡെറിവേഷൻ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം. പകരം ഈ ഇക്വേഷനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഒരു ഫ്ലാറ്റ് യൂണിവേഴ്സിന്റെ ഫ്രീഡ്മാൻ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: A.A² = 8πg/3 ടൈംസ് ρ. A എന്നത് നമ്മൾ കണ്ട സ്കെയിൽ ഫാക്ടറാണ്. A. സ്കെയിൽ ഫാക്ടറിന്റെ റേറ്റ് ഓഫ് ചേഞ്ചും. G നമ്മുടെ സ്വന്തം ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. റോ എന്നത് യൂണിവേഴ്സിലുള്ള എനർജിയുടെ ഡെൻസിറ്റിയാണ്. ഇനി നമുക്ക് ഒരു സിമ്പിൾ കേസിന് ഇത് സോൾവ് ചെയ്യാം. ഈ യൂണിവേഴ്സിൽ ഡസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അതായത് യൂണിവേഴ്സിലെ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് അർത്ഥം. ഈ ഒരു അസംഷൻ എന്തെങ്കിലും സെൻസ് ഉണ്ടാകുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇല്ല. പാർട്ടിക്കിൾസ് ഒന്നും തന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഞാനൊരു ഡെൻസ് കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ തന്നെ ഈ കോഫി മഗും. എന്നാൽ ഇതിനുള്ളിലുള്ള ഈ സ്പേസ് അത്രയ്ക്ക് ഡെൻസ് അല്ല. സോ ഈ അസംഷൻ എങ്ങനെയാണ് ശരിയാവുന്നത്? പക്ഷേ ഒന്നോർക്കണം, നമ്മൾ ഈ അസംഷൻ എടുക്കുന്നത് വലിയ ഡിസ്റ്റൻസ് സ്കെയിലാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മളുടെ കണ്ണിൽ ഇതൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. പക്ഷെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഈ ഫ്ലൂയിഡിറ്റി അപ്രത്യക്ഷമാവും. സോ അതുപോലെ തന്നെ വളരെ വലിയ ഡിസ്റ്റൻസ് സ്കെയിലിൽ ഈ യൂണിവേഴ്സും ഇതേപോലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യുന്നത് പെർഫെക്റ്റ്ലി സെൻസിബിൾ ആണ്. ഇനി ഇതുപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഫ്രീഡ്മാൻ ഇക്വേഷൻ സോൾവ് ചെയ്യുക? അതിനായിട്ട് എനർജി ഡെൻസിറ്റിയും സ്കെയിൽ ഫാക്ടറും തമ്മിലുള്ള ബന്ധം നമുക്ക് ഡെഡ്യൂസ് ചെയ്യാം. നൗ ഇന്നത്തെ ദിവസം നമുക്ക് T0 എന്ന് ഡിനോട്ട് ചെയ്യാം. സ്കെയിൽ ഫാക്ടറിന്റെ ഇന്നത്തെ വാല്യൂ 1 ആണ്. ഇതും ഒരു ആർബിട്രറി ആയിട്ടുള്ള ചോയ്സ് ആണ്. ഇതെന്ത് തന്നെയായാലും റിസൾട്ടിനെ ബാധിക്കില്ല. അതിനുശേഷമുള്ള ടൈം Tയിൽ സ്കെയിൽ ഫാക്ടറിന്റെ വാല്യൂ 1നേക്കാൾ വലുതായിരിക്കും. T0യിലെ ഫിസിക്കൽ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ടൈം T ആകുമ്പോൾ അത് A(t) ടൈംസ് D ആകും. അതുപോലെ വോളിയം D³ എന്നുള്ളതിൽ നിന്നും A³ ടൈംസ് D³ ആകുന്നു. ഡെൻസിറ്റി എന്നത് മാസ് പെർ വോളിയം അല്ലേ? അപ്പോൾ T0യിലെ ഡെൻസിറ്റി 1/D³ പ്രപ്പോർഷണൽ ആയിരിക്കും. ഇത് Tയിലെത്തുമ്പോൾ 1/A³ D³ ആകുന്നു. അതായത് ഡെൻസിറ്റി 1/A³ പ്രപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ടു K/A³. ഇവിടെ K ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി ഇത് നമുക്ക് ഫ്രീഡ്മാൻ ഇക്വേഷനിലേക്ക് ഇടാം. ഇതിലെ കോൺസ്റ്റന്റുകളെ എല്ലാം കൂടെ കൂട്ടി നമുക്ക് D എന്ന് വിളിക്കാം. ഇനി രണ്ട് സൈഡിലും നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുത്താൽ നമുക്ക് √A ടൈംസ് A ഡോട്ട് ഈക്വൽ ടു √D എന്ന് കിട്ടും. A ഡോട്ട് എന്നുള്ളത് dA/dt ആണ്. ഇനി ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുകയും A(t0) = 1 എന്ന കണ്ടീഷൻ ഇട്ട് കൊടുക്കുകയും ചെയ്താൽ വി ഗെറ്റ് A(t) = T/T0 to the power 2/3. നമുക്ക് A(t) ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സമയം പുറകോട്ട് പോകും തോറും സ്കെയിൽ ഫാക്ടർ കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് T0 ആകുമ്പോൾ എയുടെ വാല്യൂ 0 ആകുന്നു എന്നതാണ്. ഇതിനർത്ഥം ടൈം 0 ആയിരുന്നപ്പോൾ 2 പോയിന്റുകൾ തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് 0 ആയിരുന്നു എന്നാണ്. ഇതാണ് യൂണിവേഴ്സിന്റെ ബിഗിനിങ്ങിനുണ്ടായിരുന്ന സിംഗുലാരിറ്റി. മൊത്തം സ്പേസും ഒരൊറ്റ പോയിന്റിലേക്ക് ചുരുങ്ങിയ ഒരവസ്ഥ. ഈ ടൈമിൽ ഡെൻസിറ്റിക്ക് എന്താണ് സംഭവിക്കുക? അത് കണ്ടുപിടിക്കുന്നതിനായി നമുക്ക് ഡെൻസിറ്റി സ്കെയിൽ ഫാക്ടർ റിലേഷൻ യൂസ് ചെയ്യാം. റോ ഈക്വൽ ടു K/A³ ആണെന്ന് നമുക്കറിയാം. ഇതിലേക്ക് എയുടെ റിസൾട്ട് ഇൻപുട്ട് ചെയ്താൽ റോ ഈക്വൽ ടു K ടൈംസ് T0/T to the power 2 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ പ്ലോട്ട് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ എനർജി ഡെൻസിറ്റി ടൈം പിറകിലേക്ക് പോകുമ്പോൾ കൂടി വരികയാണ്. 0യോട് അടുക്കുമ്പോഴേക്കും ഡെൻസിറ്റിയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് കുതിക്കുന്നു. സ്പേസ് ഒറ്റ പോയിന്റിലേക്ക് ചുരുങ്ങിയത് കൊണ്ട് മാറ്റർ മൊത്തം ഒരു ചെറിയ വോളിയത്തിൽ ട്രാപ്ഡ് ആണ്. സോ ഡെൻസിറ്റി ഇൻഫിനിറ്റ് ആകുന്നത് ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ടോയ് മോഡലാണ്.
ബിഗ് ബാങ്ങിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ മോഡൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള തിയററ്റിക്കൽ മോഡൽസും എക്സ്പെരിമെന്റൽ റിസൾട്ട്സും കമ്പൈൻ ചെയ്താണ് നമുക്ക് ബിഗ് ബാങ്ങിനെ പറ്റിയുള്ള സോളിഡ് ഐഡിയ ലഭിക്കുന്നത്. വിസ്മയ് നിങ്ങൾക്ക് മുമ്പ് വെച്ചത് ഒരു ബിഗ് ബാങ്ങിൻ്റെ മോഡലാണ്, ഒരു ടോയ് മോഡൽ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം മോഡൽ എന്നൊക്കെ പറയാം. എന്നിരുന്നാൽ പോലും വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് തന്നെ ധാരാളം മതി. ഇത് കൂടാതെ തന്നെ റോജർ പെൻറോസിൻ്റെയും സ്റ്റീഫൻ ഹോക്കിൻ്റെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല തിയറീസുമുണ്ട്. എങ്ങനെയാണ് ഒരു സിംഗുലാരിറ്റി certain ചില കണ്ടീഷൻസ് ഉള്ള സമയത്ത് ഫ്രീഡ്മാൻ ഇക്വേഷനിൽ നിന്ന് ഉണ്ടായി വരുന്നതെന്നുള്ളത്. പക്ഷേ അത് നമ്മുടെ ഇതിൻ്റെ സ്കോപ്പിന് വെളിയിലായതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമുണ്ട്, എന്തായിരുന്നു ബിഗ് ബാങ്ങിന് മുന്നിൽ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിസ്മയ് പറഞ്ഞത് ആ ടോയ് മോഡലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുറകോട്ട് പോയി കഴിഞ്ഞ് ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഡെൻസിറ്റി ഇൻഫിനിറ്റ് ആവുന്നു എന്നുള്ളത്. ഇൻഫിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് തൽക്കാലമുള്ള പല തിയറികളും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഒരു 10⁻32 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ഇപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബേബി ആയിരുന്ന സമയത്ത് യൂണിവേഴ്സ് എന്തായിരുന്നു എന്നുള്ളത് വരെ നമുക്കറിയാവുള്ളൂ. അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് തൽക്കാലം ഇപ്പോൾ സയൻസിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഉത്തരം തരാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശാസ്ത്രം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാർഗം. ഇപ്പോഴത്തെ ഫിസിക്സ് പോരെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫിസിക്സ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അതിന് പറ്റിയ പുതിയ കാര്യങ്ങൾ ഗവേഷണങ്ങളിൽ കൂടി കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്കവിടെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു തിയറി കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കഥകളിൽ പറയുന്നത് പോലെ ചുമ്മാ അങ്ങ് ഇരുന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ പ്രപഞ്ചം പോലെയുള്ള കാര്യങ്ങൾ. ഞാൻ എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എനിക്കറിയാം അത്ര പോപ്പുലർ ലെവലിലുള്ള കാര്യങ്ങളല്ല ഇന്ന് നമ്മുടെ ചാനലിൽ സംസാരിച്ചതെന്നറിയാം. പക്ഷേ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടും എന്തിനു സംസാരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം വളരെ സിമ്പിളാണ്, ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു പൊതുധാരണ പ്രത്യേകിച്ച് ശാസ്ത്രം എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുന്ന പല ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് ബിഗ് ബാങ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ തിയറിയും ഈ പറഞ്ഞ ഇക്വേഷൻസും എല്ലാം എവിടെ കിടക്കുന്നു എന്നും കൂടെ ഒന്ന് കണ്ടെത്തുന്നത് നന്നായിരിക്കും. കാര്യം പലരും ഇപ്പോൾ പുസ്തകങ്ങളിൽ ബിഗ് ബാങ്ങും കാര്യങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് തുടർന്നും ഇതുപോലെയുള്ള കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിനകത്ത് എഴുതി അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ science.sortനെയും കൂടെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായി ഇനി ലൂസിയിൽ കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.